റൊമാൻറ്റിക് ആകുന്ന സമയങ്ങളിൽ പാടുന്ന ആ പാട്ട്. മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ ഖൽബിലെ മുത്തിനു പേര് മൊഹബത്ത്. ഒരുപാടുണ്ട് ഭാര്യയെക്കുറിച്ച് പറയാനായിട്ട്. എന്റെ അത്ര തന്നെ ദേഷ്യമുണ്ട് എന്റെ ഭാര്യയ്ക്ക്. ഈ ഭദ്ര എന്താ നിർത്തിക്കളഞ്ഞ? അത് കഥ തീർന്നപ്പോ നിർത്തിയെന്നേ ഉള്ളൂ ചേച്ചി. ആ ടിവിയുടെ കണ്ടിട്ട് കുത്തിക്കൊള്ളാനോ തോന്നണത്. ഭാഗ്യം അന്ന് നിങ്ങളുടെ മുമ്പിലൊന്നും ഞാൻ എത്തിപ്പെടാതിരുന്നത്. എപ്പോ കുത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ. 80-85ഓളം മെഗാ സീരിയൽസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു 3 സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം, ശ്രീകൃഷ്ണന്റെ വേഷം ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി തന്ന ട്രോളുകളിലെ നിറസാന്നിധ്യമായ ഭ്രമണം. നിനക്ക് പണ്ടും ഉണ്ണിമായയിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഈ നിരഞ്ജൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉണ്ണിമായ എന്നും നിരഞ്ജന്റേതായിരിക്കും. ദേവദൂതൻ സിനിമയിലെ ഇഷ്ടഗാനം, ദേവദൂതൻ സിനിമയിലെ ഞാൻ അഭിനയിച്ച ഗാനം തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഗാനം. പക്ഷേ അതിൽ ലാലേട്ടനെ കാണുമ്പോൾ ശരിക്കും ദേവന്റെ ദൂതനായിട്ട് തന്നെ തോന്നുന്നത് എന്തൊരു മഹാനുഭാവനു. ഞാൻ എൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ ചെയ്ത് നോക്കാറുണ്ട്. സത്യം ഉള്ളതുപോലെ പറയണമല്ലോ. പക്ഷെ ഒരു അത്ഭുതം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, ഞാൻ ശരത് ദാസ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ സ്റ്റാർ റാഗിങ് എന്നുള്ള പരിപാടിയിൽ ഇന്ന് ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതാ എൻ്റെ മുമ്പിൽ റാഗിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് ഈശ്വരന് മാത്രം അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഭാര്യയെക്കുറിച്ച് പ്രേക്ഷകരെ അറിയിക്കാത്ത 3 കാര്യങ്ങൾ. ഭാര്യയെക്കുറിച്ച് പ്രേക്ഷകരെ അറിയിക്കാത്ത 3 കാര്യങ്ങൾ. എന്താ പറയുക, ഒരുപാടുണ്ട് ഭാര്യയെക്കുറിച്ച് പറയാനായിട്ട്. പ്രേക്ഷകർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും അറിയാത്തൊരു കാര്യം, അവൾ ഒരു സീനിയർ ഓഡിയോളജിസ്റ്റാണ്. തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലിലാണ് എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട്. അപ്പോൾ ഒരുപാട് ഫാമിലീസിന് നന്മ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. അവളത് പുറത്ത് പറയാൻ ആഗ്രഹിക്കില്ല. പക്ഷേ ഈ അവസരത്തിൽ ഞാനത് പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കല്യാണം നടന്ന സമയത്ത് അന്നൊരു ഫാമിലി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ പറയാണ്, മഞ്ജു കാരണം, എൻ്റെ വൈഫിൻ്റെ പേര് മഞ്ജു ആണ്, മഞ്ജു കാരണമാണ് എൻ്റെ മോളൊന്ന് ഉമ്മാന്ന് വിളിക്കുന്നത്. അപ്പോൾ അവൾ തെറപ്പി കൊടുത്തിട്ടാണ് ആ കുട്ടിക്ക് ഒരുപാട് ലൈഫിൽ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലീസിന് നന്മ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് കുറേ ഫലകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊന്നും വീട്ടിൽ പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് പേപ്പറിൽ വരുത്താനോ ഒന്നും അവൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അപ്പോൾ അതൊരു കാര്യം. പിന്നെ എൻ്റെ അത്ര തന്നെ ദേഷ്യമുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. പിന്നെ 3ാമത്തത്, എൻ്റെ അത്ര പാട്ട് പാടാൻ അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ 3 കാര്യമായില്ലേ, അത് മതി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശ്വരാ, ഇത് കണ്ടിട്ട് ഭാര്യ എൻ്റെ വീട്ടിലെത്തുമ്പോൾ എന്നിൽ പ്രതികരിക്കാതിരുന്നാൽ മതി എന്ന് പ്രാർത്ഥനയോടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. റൊമാൻറ്റിക് ആകുന്ന സമയങ്ങളിൽ പാടുന്ന ആ പാട്ട്, ക്യാൻ യു പ്ലീസ് സിങ്? അത് ഒരു പാട്ടല്ല, ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ ഒരു പാട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ പാടാം. ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു പാട്ടാണ്, മുന്തിരിച്ചേലുള്ള പെണ്ണേ എൻ ഖൽബിലെ മുത്തിനു പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. പോരെ, ഒരു പാട്ടായി. ഇനി 3ാമത്തെ ചോദ്യം. ഈശ്വരാ, പാരകളൊന്നും ആയിരിക്കരുതേ. സ്വന്തം പേര് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട അത്ഭുതങ്ങൾ. സത്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. സത്യം, ഉള്ളതുപോലെ പറയണമല്ലോ. അപ്പോൾ കണ്ട അത്ഭുതങ്ങളെന്ന് പറയാൻ അത്ര നമ്മൾ വലിയ മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറൊന്നും അല്ലല്ലോ. പക്ഷെ ഒരു അത്ഭുതം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആക്ടർ ശരത് ദാസ് ഗെറ്റിംഗ് പെയ്ഡ് 30,000 പെർ ഡേ ഫോർ എ ടെലിവിഷൻ സീരിയൽ എന്ന് കണ്ടു. ഞാൻ അത് എഴുതിയ ആളെ ഞാൻ പിടിച്ചൊരു സമ്മാനം കൊടുത്തേനെ. കാരണം 30,000 രൂപയൊന്നും പരസ്യങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അതല്ല ഞാൻ പറഞ്ഞത്. സീരിയലിൽ അഭിനയിച്ചിട്ട് 30,000 രൂപ 40,000 രൂപ കിട്ടി എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ കാണുന്നത്. അത്രയ്ക്കൊന്നും കിട്ടാറില്ല. അതായിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, വളരെ സന്തോഷം തോന്നിയൊരു കാര്യം. അത് സത്യസന്ധമായി വരട്ടെ, ജീവിതത്തിൽ മാറട്ടെ. അങ്ങനെ ഒരു ദിവസം 25 35 45 1 ലക്ഷം രൂപ വരെ മേടിക്കുന്ന ആർട്ടിസ്റ്റായി മാറട്ടെ. അടുത്ത ചോദ്യമാണ്, തിരുവനന്തപുരം ഭാഷയിൽ പഴംപൊരിയെക്കുറിച്ച് വർണ്ണിക്കാമോ? ഇതുവരെ തിരുവനന്തപുരം ഭാഷയിൽ ഒരു സീരിയൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല. ശരി, അപ്പോൾ തിരുവനന്തപുരം ഭാഷയിൽ പഴംപൊരിയെക്കുറിച്ച് വർണ്ണിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. തള്ള എന്തൊരു കുഴപ്പം? ഒരു കുഴപ്പമില്ല കേട്ടാ. ഈ പഴംപൊരി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരംകാരുടെ ഒരു 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 എന്താണ്, ഒരു ലഹരിയാണ് കേട്ടോ, ലഹരി. ആ പഴുപഴുത്ത പഴം അങ്ങ് എടുക്കണം, ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകണം, അത് മറക്കരുത്. നല്ലോണം കഴുകി ഇങ്ങനെ കട്ട് ചെയ്ത് 2 കഷ്ണമാക്കിയിട്ട് ആ ഒരു പകുതി എടുത്ത് പിന്നെ രണ്ടാക്കി എടുത്തിട്ട് നല്ല മൈദയും മറ്റേ ഗോതമ്പ് പൊടി, ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിക്കില്ല കേട്ടോ. കാരണം മൈദയുടെ അറിയാമല്ലോ, നമ്മുടെ വയറ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബേസൻ, കുറച്ച് മൈദ അങ്ങനെയൊക്കെ ഇട്ട്, കുറച്ച് അരിപ്പൊടി എല്ലാം ഇട്ടിട്ട് നേരെ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മെഴുകി, കുറച്ച് പഞ്ചാരയും കൂടി ഇട്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ട് ആ എണ്ണയിൽ വരട്ടി എടുത്തിട്ട് ആ കടിച്ച ചായ കൂടെ കഴിക്കുമ്പോൾ എന്തൊരു സ്വാദം അറിയാം കേട്ടാ. നിങ്ങൾ പരീക്ഷ വേണം കേട്ടാ. തൽക്കാലം ഇത്ര പോരെ. ശരി, അടുത്തത്. ശരിക്കുള്ള തിരുവനന്തപുരം ഭാഷ ആയിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ തട്ടായിരുന്നു. ഫേവറേറ്റ് 3 സീരിയൽസ്. ഞാൻ അഭിനയിച്ച 3 സീരിയലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഏകദേശം 80-85ഓളം മെഗാ സീരിയൽസിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 3 എണ്ണത്തിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ പറയാം, ശ്രീകൃഷ്ണൻ്റെ വേഷം അത് എന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു ക്യാരക്ടർ വേഷമാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും ശ്രീകൃഷ്ണൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ എന്നെ കാണാൻ വരുന്നത്, അത് മറക്കാനാവില്ല. പിന്നെ ഭ്രമണം, ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കി തന്ന ട്രോളുകളിലെ നിറസാന്നിധ്യമായ ഭ്രമണം. പിന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ അലാവുദ്ദീൻ്റെ കാര്യം ഇരിക്കട്ടെ. അലാവുദ്ദീനും അത്ഭുത വിളക്കിലെ നല്ലൊരു ക്യാരക്ടറായിരുന്നു അതും. അടുത്ത ചോദ്യം. അപ്പോൾ ഹിറ്റ് സീരിയൽ ഹരിചന്ദനത്തിലെ നായകനായ ഒരു ഡയലോഗ് പറയുക. വർഷങ്ങളായി അത് അഭിനയിച്ചിട്ട് അതിലത്തെ കഥാപാത്രം എനിക്ക് ഓർമ്മയില്ല, ഡയലോഗ്സ് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഒരു വെറുതെ ഉണ്ടാക്കിയൊരു ഡയലോഗ് പറയാം. മഹാദേവ, നിനക്ക് പണ്ടും ഉണ്ണിമായയിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഈ നിരഞ്ജൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഉണ്ണിമായ എന്നും നിരഞ്ജൻ്റേതായിരിക്കും. അത് നീ മറക്കണ്ട. പോരെ? ആരും കൈയടിക്കാനില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കൈയടിച്ചെന്ന് തോന്നുന്നു. അടുത്തത്, ദേവദൂതൻ സിനിമയിലെ ഇഷ്ടഗാനം. ദേവദൂതൻ സിനിമയിലെ ഞാൻ അഭിനയിച്ച ഗാനം തന്നെയാണ് എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഗാനം. പക്ഷേ അതിൽ ലാലേട്ടനെ കാണുമ്പോൾ ശരിക്കും ദേവൻ്റെ ദൂതനായിട്ട് തന്നെ തോന്നുന്നത് എന്തൊരു മഹാനുഭാവനു എന്നുള്ള ആ ഗാനം ഉണ്ടല്ലോ, അത് തന്നെയാണ്. ശരിക്കും മഹാന് തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അതാണ്. പിന്നെ വിദ്യാസാഗർ സാറ് ഏകദേശം 1 മാസക്കാലത്തോളം നൊട്ടേഷൻ ചെയ്തിട്ടാണ് ആ സിനിമയുടെ പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു പാട്ടാണ് എന്തൊരു മഹാനുഭാവൻ. അടുത്ത ചോദ്യം, അച്ചാമ്മച്ചേടത്തിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുക. ചോദിക്കാമല്ലോ, ചോദിച്ചോട്ടെ. അച്ചാമ്മച്ചേടത്തി ചോദിക്കട്ടെ. നൽകാൻ പറ്റുന്ന ഉത്തരമാണെങ്കിൽ നമുക്ക് നൽകാം. ഫോൺ എടുത്തു. അച്ചാമ്മച്ചേടത്തി, അച്ചാമ്മച്ചേടത്തി, ആരാണെന്ന് മനസ്സിലായോ ഈ വിളിക്കുന്നത്? എൻ്റെ പേര് ശരത്ത് എന്നാണ്. ഞാൻ ടെലിവിഷൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്കൊരു ഇത് കിട്ടി. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അപ്പൂസ് ഇല്ലേ, അപ്പൂസ് പറഞ്ഞിരുന്നല്ലോ ഒരു ചോദ്യം അച്ചാമ്മച്ചേടത്തി എന്നോട് ചോദിക്കുന്നു. അപ്പൊ അച്ചാമ്മച്ചേടത്തിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന. അപ്പൊ എന്താ ചോദിക്കാനുള്ളത്? ഇല്ല, ഇത് വീഡിയോ അല്ല, ഓഡിയോ ആണ്. ഓഡിയോ. അതാണോ ചോദ്യം? ഇപ്പൊ ഒരു സീരിയലിലുണ്ട്. ഇപ്പൊ അമൃത ചാനലിൽ വരുന്ന മീര എന്ന് പറയുന്ന ഒരു സീരിയലിൽ ഞാനുണ്ട്. ഇനി ഏഷ്യാനെറ്റിലും
മനോരമയിലൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സീരിയലിന്റെ. ഈ ഭദ്രം എന്താ നിർത്തിക്കളഞ്ഞ? അത് കഥ തീർന്നപ്പോ നിർത്തിയെന്നേ ഉള്ളൂ ചേച്ചി. അതെന്ത് തീരലാണ് തീർന്നത്? അത് വിഷമം തോന്നിയെന്ന് എനിക്കറിയാം, പക്ഷെ സാരമില്ല. എന്ത് ചെയ്യാനാ, ചില സമയത്ത് അങ്ങനെ ചിലപ്പോൾ നിർത്തേണ്ടി വരാറുണ്ട്. എവിടെയാ അച്ചാമ്മ ചേർത്തി, എവിടെയാ താമസം? എന്നെ അറിയുന്നില്ലല്ലോ. ഇല്ല ഇല്ല, എവിടെ താമസം? സംസാരിച്ചോണ്ട് ചോദിക്കുക. ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ളതാ. ആലപ്പുഴയാണല്ലേ? അപ്പോ വളരെ വളരെ സന്തോഷം. നമ്മള് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമല്ലോ, ഫംഗ്ഷൻ പോവും. പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇപ്പൊ ഒരു സീരിയലിന്റെ ഒരു ക്യാരക്ടർ, അപ്പൊ ആ ക്യാരക്ടറിന്റെ അടിസ്ഥാനത്തിൽ വല്ലവരും സംസാരിക്കാറുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ നമ്മള് നെഗറ്റീവ് ചെയ്യുന്ന സമയത്താണ്, ഇപ്പൊ ഭ്രമണം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്തിരുന്നു ഞാനേ. അപ്പൊ ആ ഭ്രമണം ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെ പോയാലും എന്നോട് പറയും, എന്തിനാണ് ആ ഫാമിലിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിനക്കൊക്കെ മര്യാദയ്ക്ക് നടന്നുകൂടാ, എന്തിനാണ് അവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവര് പാവങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചൂടാവാറുണ്ട്. ഭാഗ്യം അന്ന് നിങ്ങളുടെ മുമ്പിലൊന്നും ഞാൻ എത്തിപ്പെടാതിരുന്നത്. എപ്പൊ കുത്ത് കിട്ടിയെന്ന് ചോദിച്ചാ മതിയല്ലേ? ഈശ്വര, അപ്പൊ ഇനി നേരിട്ട് കാണുമ്പോ ഇനി എന്നെ കുത്തി കൊല്ലാനൊന്നും വരരുത്. നല്ല കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതെ അതെ അതെ, സാരില്ല, എല്ലാം കഥാപാത്രങ്ങളല്ലേ. അത്രേ ഉള്ളൂ, അങ്ങനെ എടുത്താ മതി കേട്ടോ ചേച്ചി. അപ്പൊ വളരെ വളരെ സന്തോഷം. ഞാൻ തിരുവനന്തപുരത്താണ്, ഇപ്പൊ എറണാകുളത്ത് നിന്നാ വിളിക്കുന്നത് കേട്ടോ. സന്തോഷം ചേച്ചി, സന്തോഷം. അല്ല, കാട്ടാക്കടയിൽ നിന്ന് കുറെ ദൂരമുണ്ട്. അതെ അതെ, ശരി കേട്ടോ. വിജയകരമായി അച്ചാമ്മ ചേർത്തിയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ഒരിടത്തും പറയാതിരുന്ന ആ കോളേജ് പ്രണയത്തിന്റെ കഥ. സത്യം പറയട്ടെ, എനിക്ക് അങ്ങനെ കോളേജിൽ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ വളരെ നല്ല മാർക്കായതുകൊണ്ട് എനിക്ക് നല്ല നല്ല കോളേജുകളൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേക്കും പിന്നെ സിനിമയിലേക്ക് എത്തി. സിനിമയിലായി കഴിഞ്ഞപ്പോൾ അതിലാണ് സുന്ദരിമാർ കൂടുതലുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? കോളേജിലുണ്ടായിരുന്നു, ഇല്ല എന്നല്ല. പിന്നീട് സത്യം എൻ്റെ ശ്രദ്ധ പ്രണയത്തിലായിരുന്നില്ല. അതുകൊണ്ട് ദയവായി ഈ ചോദ്യത്തിന് എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. ദയവായി ക്ഷമിക്കുക. അടുത്തത്, ദേവദൂതനിൽ അഭിനയിക്കുന്ന സമയത്ത് വിനീത് കുമാറിനുണ്ടായ സന്ദേഹം. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനീത് അഭിനയിച്ച ആ ക്യാരക്ടർ പിന്നീട് വിനീത് വന്ന് നോക്കുമ്പോൾ അതേ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ നിൽക്കുന്ന കണ്ടപ്പോൾ വിനീത് വിചാരിച്ചു വിനീതിനെ മാറ്റിയിട്ട് ഞാൻ ആ ക്യാരക്ടർ ചെയ്തിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. അത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. വിനീതിന് പിന്നെ മനസ്സിലായിട്ടുണ്ട്. ദേവദൂതനിലെ വിനീതിൻ്റെ ക്യാരക്ടറെയാണ് ഞാൻ അവതരിപ്പിച്ചത്. അതാണ് സത്യസന്ധമായിട്ട് പറയേണ്ടത്. അതാണ് വിശാൽ കൃഷ്ണമൂർത്തി സ്വപ്നത്തിൽ കണ്ട ആ കഥാപാത്രം. അപ്പോൾ അതായിരുന്നു വിനീതിനുണ്ടായ സന്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകിയെന്ന് വിശ്വസിക്കുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ.